സുഹൃത്തുക്കളെ, ഭഗവാന്റെ നാമം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം നമ്മളുടെ എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഊന്നിപ്പറയുന്നുണ്ട്. നമ്മളുടെ തന്നെ നാട്ടിലുള്ള പൂന്താനം ജ്ഞാനപ്പാനിൽ പറയുന്നു, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. നമ്മുടെ തന്നെ നാട്ടിൽ ജനിച്ച് ആദി ശങ്കരാചാര്യർ, അതായത് മഹാദേവൻ തന്നെ കലിയുഗത്തിൽ ശങ്കരാചാര്യരായിട്ട് അവതരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മൂഢ, വെറുതെ സമയം പാഴാക്കാതെ ആ ഗോവിന്ദൻ്റെ നാമം എടുക്കുക. വെറുതെ ഇതും ഏതും നാം എടുത്തിട്ട് കാര്യമില്ല, ചെറിയ നേട്ടമേ ഉണ്ടാകത്തുള്ളൂ. ആ പരമനാമം, പരമപുരുഷൻ്റെ, പരമ യജമാനൻ്റെ, പരമ ദിവ്യോത്തമ പുരുഷനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം എടുക്കണം എന്ന് എല്ലാം നമ്മളുടെ ആചാര്യന്മാരും പറയുന്നുണ്ട്. എല്ലാം ദേവീ ദേവതകളും ഈ പ്രപഞ്ചം മൊത്തം നടത്താൻ വേണ്ടി പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അത് നടത്താൻ വേണ്ടി 30 ദേവീ ദേവതകളുണ്ട്. അവരുടെ എല്ലാവരുടെയും യജമാനൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരേ ഒരു വ്യക്തിയാണ്. ഈ ദേവീ ദേവതകൾ എല്ലാവരും അവരുടെ കയ്യിൽ ഒരു ജപമാല ഉണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫോട്ടോയിൽ കാണാൻ പറ്റും. സരസ്വതി ദേവിയുടെ കയ്യിലുണ്ട്, അയ്യപ്പൻ്റെ കയ്യിലുണ്ട്, മഹാദേവൻ ശിവൻ്റെ കയ്യിലുണ്ട്, ഗണപതിയുടെ കയ്യിലുണ്ട്, ബ്രഹ്മാവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ സദാസമയം ഈ നാമം മാലയിലാണ് ജപിക്കുന്നത്. അതിലെ നാമം മാലയിൽ ജപിച്ചാലേ ശരിക്കും നമുക്ക് നേട്ടമുണ്ടാകത്തുള്ളൂ. നമ്മളുടെ പൗരാണിക ചിത്രങ്ങൾ, ഋഷിമാരും അവരുടെയൊക്കെ ചിത്രങ്ങൾ കണ്ടാൽ അവരുടെ കയ്യിലും ഈ ജപമാല ഉണ്ടായിരിക്കും. ഈ ജപമാല എന്ന് പറഞ്ഞാൽ 108 മുത്തുണ്ടായിരിക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം മന്ത്രം തുടങ്ങുന്നതിന് മുമ്പേ ഒരു പ്രധാന ഗുരുമന്ത്രങ്ങൾ അല്ലെങ്കിൽ പഞ്ചതത്വ മന്ത്രം എന്ന് പറയും, ആ മന്ത്രം ജപിക്കണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഞാൻ പിന്നെ പറയാം, ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. എന്നിട്ട് പിന്നെ 108 പ്രാവശ്യവും ഓരോ മുത്തിലും ഈ ഒരു മഹാമന്ത്രം, എല്ലാ മന്ത്രങ്ങളെക്കാട്ടി ഉപരിയായ ഈ മന്ത്രം പറയണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ജപമാല ചൂണ്ടുവിരൽ ഉപയോഗിച്ച് പിടിക്കാൻ പാടില്ല, നമ്മൾ ഈ മറ്റേ വിരൽ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഓരോ മുത്തും ഇങ്ങനെ എണ്ണണം. ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിയിട്ട് 108 പ്രാവശ്യം ഇത് മന്ത്രം ചൊല്ലുമ്പോൾ ഒരു മാല പൂർത്തിയാവും. ഒരു മാല പൂർത്തിയായി കഴിഞ്ഞ് നമ്മൾ ഇതേ രീതിയിൽ 16 മാല ജപിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ 16 മാല ജപിക്കുന്ന ഒരു വ്യക്തി 2 മണിക്കൂർ ഏകദേശം എടുക്കും. അപ്പം ഇത് ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു രീതിയിലെ തടസ്സവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല, പൂർണ്ണ വിജയമുണ്ടാവും. ഹരേ